CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. പട്ടാമ്പി നെല്ലായ ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. ഒറ്റപ്പാലം പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. കോട്ടക്കലിൽ വൻ തീപിടുത്തം. കോട്ടക്കൽ ടൗണിൽ ഗൃഹോപകരണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന MR ഏജൻസീസിലാണ് ശനിയാഴ്ച പുലർച്ചെ തീപിടിച്ചത്. കെട്ടിടത്തിനകത്ത് കുടുങ്ങിയ 2 പേരെ അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് മലപ്പുറത്ത് ഞായറാഴ്ച നടത്താനിരിക്കുന്ന സമ്മേളനം വ്യാജമാണെന്ന് SFA സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനവുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 10 മുതൽ 13 വരെ നടക്കും. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 8 വർഷങ്ങൾക്കു ശേഷമാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. പട്ടാമ്പി നെല്ലായ ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. ഒറ്റപ്പാലം പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ജംഗ്ഷനിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നു പ്രവർത്തിക്കാൻ RTIയുടെ അനുമതി ലഭിച്ചതോടെയാണ് പുതിയ സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാവുന്ന തരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയത്. പട്ടാമ്പി നെല്ലായ വഴി ഷൊർണൂർ, കൊപ്പം, മാവുണ്ടിരിക്കടവ്, മപ്പാട്ടുകര ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇനി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുക. ഈ ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്ന് യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തും. തിരിച്ചും ഇതുപോലെ പഴയ സ്റ്റാൻഡിന് മുന്നിൽ യാത്രക്കാരെ ഇറക്കി പുതിയ സ്റ്റാൻഡിലെത്തും. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് കച്ചേരിക്കുന്ന് വഴി വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിന് പുറത്ത് യാത്രക്കാരെ ഇറക്കി പഴയ സ്റ്റാൻഡിലെത്തും. വരും ദിവസങ്ങളിൽ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടും. അപ്പോൾ കച്ചേരിക്കുന്ന് വഴി വരുന്ന ബസ്സുകൾ പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം യാത്ര അവസാനിപ്പിക്കും. തിരിച്ച് ആശുപത്രി സ്റ്റോപ്പിന് സമീപത്തു നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്യും. ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തുടരും. CCN ചെർപ്പുളശ്ശേരി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് മലപ്പുറത്ത് ഞായറാഴ്ച നടത്താനിരുന്ന സമ്മേളനം വ്യാജമാണെന്ന് SFA സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനവുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ സംഘടനയുടെ ലോഗോയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരും ദുരുപയോഗം ചെയ്ത് ഈ സംഘടനയുടെ നിന്ന് പുറത്താക്കിയ ഏതാനും ചിലർ ഒരു ബദൽ സംവിധാനത്തിന് രൂപം കൊടുത്ത് ഈ സംഘടനയുടെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനവും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പത്രസമ്മേളനങ്ങളും ഒപ്പം തന്നെ പ്രചരണവും നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇക്കൂട്ടർ നടത്തിയതിൽ അവരുടെ SFAയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടി നേരിട്ട ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇവർക്ക് നിലവിൽ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല. ജില്ലാ കമ്മിറ്റിയുടെ 2,68,077 രൂപയുടെ തിരിമറി ഇവർ നടത്തിയിട്ടുണ്ട്. വ്യാജ മിനിറ്റ്സുകളും വ്യാജ സീലും ഉപയോഗിച്ച് വ്യാജ പേരിലും വിലാസത്തിലും സംഘടനയുടെ രജിസ്ട്രേഷൻ നടത്തിയതിന് ഇവർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ വ്യാജരേഖകൾ സമർപ്പിച്ചു നടത്തിയ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും സംഘടനയുടെ രജിസ്ട്രേഷൻ നിലവിലെ പ്രസിഡന്റ് KM ലെനിൻ, ജനറൽ സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, ട്രഷറർ എളയടത്ത് അഷറഫ് എന്നിവരുടെ പേരിൽ പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാജരേഖകൾ നിർമ്മിച്ചതിന് നിയമ നടപടികൾ നേരിടുന്ന ഈ സംഘം ആളുകളെയും കമ്മിറ്റിക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് SFAയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്യുകയാണ്. ഈ തട്ടിപ്പുകാരുടെ വഞ്ചനയ്ക്ക് പൊതുജനങ്ങൾ ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വ്യാജമായി സീലുണ്ടാക്കി വ്യാജമായ മിനിറ്റ്സും ഒക്കെ തയ്യാറാക്കി
31 പേരുടെ പേര് വെച്ച് അവിടെ സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തി. അത് സംഘടനയുടെ സ്റ്റേറ്റ് ഭാരവാഹികൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രജിസ്ട്രേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് അനോണിമസായിട്ട് 31 പേരുടെ പേര് കൊടുത്തിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. അത് റദ്ദ് ചെയ്യുകയും സംഘടനയുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ രജിസ്ട്രാർ അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. സംഘടനയുടെ അംഗീകാരമില്ലാതെ SFAയുടെ പേരിൽ ടൂർണമെന്റുകൾ ആരംഭിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, ജനറൽ സെക്രട്ടറി സൂപ്പർ അഷറഫ്, സീനിയർ വൈസ് പ്രസിഡന്റ് KT ഹംസ, ജോയിന്റ് സെക്രട്ടറി മുബാറക് സാലി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കോട്ടക്കലിൽ വൻ തീപിടുത്തം. കോട്ടക്കൽ ടൗണിൽ ഗൃഹോപകരണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന MR ഏജൻസീസിലാണ് ശനിയാഴ്ച പുലർച്ചെ തീപിടിച്ചത്. കെട്ടിടത്തിനകത്ത് കുടുങ്ങിയ 2 പേരെ അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മുൻപ് ജ്വല്ലറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് കൊല്ലം ഓച്ചിറ സ്വദേശി പുത്തൻ വീട്ടിൽ തെക്കേതിൽ മുജീബിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ളതിനാൽ ഇത് വലിയ ആശങ്കയുമുണ്ടാക്കി. മലപ്പുറം, പെരിന്തൽമണ്ണ, താനൂർ, തിരൂർ, മഞ്ചേരി എന്നീ നിലയങ്ങളിൽ നിന്നായി 8ഓളം ഫയർ യൂണിറ്റുകൾ കഠിന പരിശ്രമം ചെയ്താണ് മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിച്ചത്. തീ പിടിച്ച സമയത്ത് 3 പേർ കെട്ടിടത്തിനകത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങാനുള്ള വഴികളിൽ തീ പടർന്നപ്പോൾ കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശി അഷ്റഫ് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കയറി മരത്തിലൂടെ താഴെ ഇറങ്ങി. മറ്റു 2 പേർ കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളായ K സുധീഷ്, അക്ഷയ്, രാജീവ് എന്നിവർ ശ്വസനോപകരണങ്ങൾ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ അകത്ത് കയറി കെട്ടിടത്തിന്റെ റൂഫ് തകർത്ത് അബോധാവസ്ഥയിലായിരുന്ന 2 പേരെയും പുറത്തെത്തിച്ചത്. ഒരാളെ കോണിയിലൂടെ ക്യാരിയിങ് ഡൗൺ മെത്തേഡിലും ഒരാളെ സ്ട്രക്ചർ ഉപയോഗിച്ചും താഴെ ഇറക്കി. ഇവരെ 2 പേരെയും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശികളായ റിഫായ്, നൌഫൽ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. മലപ്പുറം ജില്ലാ ഫയർ ഓഫീസർ T അനൂപ്, സ്റ്റേഷൻ ഓഫീസർമാരായ C ബാബുരാജൻ, M രാജേന്ദ്രനാഥ്, EK അബ്ദുൾ സലീം എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം ആറായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 10 മുതൽ 13 വരെ നടക്കും. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 8 വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. വിവിധ സബ് കമ്മിറ്റികളെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റിയുടെ വർക്കുകൾ പ്രാരംഭ വർക്കുകൾ ഏകദേശം ഇന്നത്തോടുകൂടി പൂർത്തിയായി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള കമ്മിറ്റികളെല്ലാം പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. സ്കൂളിലും അതുപോലെ തന്നെ സ്കൂളും പൊതുവെ എല്ലാ തരത്തിലും നമ്മുടെ കലോത്സവത്തിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കലാപ്രതിഭകളെയും നാട്ടുകാരെയും മാധ്യമ സുഹൃത്തുക്കളെയും ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് മാരായമംഗലം ഹൈസ്കൂളിലേക്ക് നവംബർ 10 നടക്കുന്ന ഔപചാരിക ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. ഇതേ ദിവസം രചനാ മത്സരങ്ങളും ഒപ്പന, വട്ടപ്പാട്ട്, ദഫ്മുട്ട്, അർബനമുട്ട്, കോൽക്കളി, ബാൻഡ് മേളം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, പ്രസംഗം, പദ്യം ചൊല്ലൽ തുടങ്ങിയ മത്സരങ്ങളും നടക്കും. കലോത്സവത്തിന് മുന്നോടിയായി ചിലമ്പൊലി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മെഗാ തിരുവാതിരയും നടക്കും. അതിന്റെ ഭാഗമായിട്ട് 9-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി കലോത്സവം അവരുടെ സ്കൂളിനോടുള്ള ഫീലിംഗ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി കലോത്സവം കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 9 ചിലമ്പൊലി എന്ന പേരിലാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. 9-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ കലയുടെ മാമാങ്കം മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്തി ഒരുക്കം ആരംഭിച്ച് ആദ്യഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. മുഴുവൻ മാധ്യമപ്രവർത്തകരും അതിൻ്റെ വിഷ്വൽസ് രീതിയിലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ കുട്ടികളോടും അതുപോലെ തന്നെ സംഘാടക സമിതിയോടും സഹകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രോഗ്രാം ജനറൽ കൺവീനർ KC മുരളീധരൻ, സംഘാടക സമിതി ചെയർമാൻ K അജേഷ്, PTA പ്രസിഡന്റ് C അബ്ദുറഹ്മാൻ, SMC ചെയർമാൻ P രാജൻ, KP വിജീഷ്, മുഹമ്മദ് റഫീഖ്, ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3ാം തവണയും കിരീടം നേടിയ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഘോഷം സംഘടിപ്പിച്ചു. 293 പോയിന്റോടെയാണ് കല്ലടി വിജയം കരസ്ഥമാക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 17 ഇനത്തിൽ ജില്ലാതലത്തിൽ മത്സരിക്കാൻ കല്ലടി യോഗ്യത നേടി. ഗ്ലാമർ ഇനങ്ങളായ കോൽക്കളി, നാടൻപാട്ട്, നാടകം, മാർഗംകളി തുടങ്ങിയവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കല്ലടിക്കായി. നാടകത്തിൽ മികച്ച നടനുള്ള പുരസ്കാരവും കല്ലടിയിലെ വിദ്യാർത്ഥി നേടി. ഇതിനോടൊപ്പം ഇരട്ടി മധുരമായി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിലും കല്ലടിക്കാണ് കിരീടം. പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, PTA-ക്കൊക്കെ പറയാനുള്ളത്, ഇത് അങ്ങനെ ഒരു ഭാഗ്യത്തിൽ കിട്ടുന്ന കാര്യമല്ല. അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ. കഠിനാധ്വാനത്തിന്റെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയുടെയും അർപ്പണ മനോഭാവത്തിന്റെയും അങ്ങനെ ഇത് 3 കൂടി ചേരുമ്പോഴാണ് നമുക്ക് വലിയൊരു വിജയം നേടാൻ കഴിയുക. ആ വിജയം കല്ലടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയ കുട്ടികൾ 3ാമതും ഈ കലാകിരീടം ഹയർ സെക്കൻഡറിയുടെ കല്ലടി സ്കൂളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിൽ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ അധ്യാപകരെയും PTA-ക്ക് വേണ്ടി അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. സംസ്കൃതോത്സവത്തിൽ 15ാം വർഷവും തുടർച്ചയായി കിരീടം നേടുന്നതിന് പ്രധാന പങ്കുവഹിച്ച അധ്യാപിക ജയശ്രീയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കല്ലടി. പള്ളിക്കുറുപ്പിലെ വിദ്യാർത്ഥി ദിൽജിത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് ഇന്നലെ വിജയാഘോഷം മാറ്റിവച്ചിരുന്നു. ദിൽജിത്തിന്റെ ആകസ്മികമായ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് വിജയാഘോഷം സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് V മനോജ് കുമാറിന്റെ ആശംസയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ M ഷഫീഖ് റഹ്മാൻ, ഹെഡ്മിസ്ട്രസ് V സബിത, PTA വൈസ് പ്രസിഡന്റ് രമേശ് നാവായത്ത്, അധ്യാപകർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭ ഷീ ഹോസ്റ്റൽ ഹോം സ്റ്റേ തുറന്നു നൽകി. മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച ഹോസ്റ്റൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചാണ് മലപ്പുറത്ത് വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പൂർത്തീകരിച്ച ഹോസ്റ്റലിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. താമസ സൗകര്യത്തിനുള്ള റൂമുകൾ, ഡോർമെറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റിക്രിയേഷൻ ഹാൾ, ജിംനേഷ്യം, ലൈബ്രറി, ഡൈനിങ് ഹാൾ, കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും. ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തിയവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണ്ണമായ താമസ സൗകര്യം ഒരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു. CCN മലപ്പുറം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നേടിയെടുക്കുവാനുള്ള നിങ്ങളുടെ പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഹരിക്കുക ജീവനക്കാരുടെ പ്രശ്നങ്ങളാവും. അതോടൊപ്പം തന്നെ ലഭിക്കേണ്ട DA കുടിശ്ശികകൾ പൂർണ്ണമായി തന്നെ നൽകാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മുൻകാല പ്രാബല്യമില്ലാതെ DA ഉത്തരവുകൾ ഇറക്കിയതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ബ്രിജേഷ്, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, KPCC അംഗം VSN നമ്പൂതിരി, മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി AK അഷറഫ് സ്വാഗതവും ജില്ലാ ട്രഷറർ U സഞ്ജീവ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ഒരു നാൾ പ്രവാസി, പിന്നെ ജ്വല്ലറി ഉടമ, അവിടെ നിന്നും ഒന്നുമില്ലായ്മയുടെ അഗാധഗർത്തത്തിലേക്ക്. അതിൽ നിന്നും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രക്ഷാത്തമ്പിൽ പിടിച്ചു കരകയറിയ സംഭവബഹുലമായ ജീവിതമാണ് നാട്ടുകാർ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന മലപ്പുറം തിരുനാവായ നെല്ലോട്ടുപറമ്പിൽ 65-കാരനായ ഉണ്ണികൃഷ്ണന്റെ ജീവിതം. 25 വർഷം ഖത്തറിലും ദുബായിലുമായി ജോലി നോക്കിയ ഉണ്ണികൃഷ്ണൻ 2002 പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത്. നാട്ടിൽ വീട് വെച്ച അയാൾ സമ്പാദ്യം കൊണ്ട് കാതനങ്ങാടിയിൽ തൃപ്തി ജ്വല്ലറി എന്ന സ്വർണ്ണക്കട തുടങ്ങി ജ്വല്ലറി മുതലാളിയായി. ഭാര്യയും 4 പെൺമക്കളുമൊത്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നതിനിടെ കുടുംബാംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തു. വീടിന്റെയും 20 സെന്റ് പറമ്പിന്റെയും ഉടമസ്ഥാവകാശത്തിന് തർക്കമായി. കോടതി കയറി. 2006 ഉണ്ണികൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വെറും
കൈയോടെ ഇറങ്ങേണ്ടി വന്ന അയാൾ പുറത്തൂരിൽ അമ്മയുടെ പേരിലുള്ള വീട്ടിൽ തനിച്ച് താമസിക്കാൻ തുടങ്ങി. വൈകാതെ 13 വർഷം നടത്തിയ ജ്വല്ലറിയും അടച്ചുപൂട്ടേണ്ടി വന്നു. ജ്വല്ലറി കച്ചവടത്തിൽ നിന്ന് ഇനിയും 3 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. എല്ലാം പോയിരുന്നു. സമ്പൂർണ്ണ തകർച്ച. ഉണ്ണികൃഷ്ണൻ ഓർത്തെടുത്തു. പിന്നീട് നാട്ടിൽ സ്ഥിരതാമസമായതിനു ശേഷം ഈ ജ്വല്ലറി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഭാര്യയുടെ ഒരു കേസുണ്ടായിരുന്നു, ക്രിമിനൽ കേസ്. അതിലൊരു സിവിൽ കേസും. അങ്ങനെ 6 വർഷം നീണ്ട 6 വർഷം ആ കേസ് നടത്തി. അവർ ഭാര്യയ്ക്ക് മക്കളുടെ 4500 രൂപ മാസം ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആയി ഞാൻ അധപതിച്ചു പോയി. കേസിൽ വിധി വന്ന് എക്സ്പാർട്ടി ആയിട്ട് എനിക്ക് സിവിൽ കോർട്ട് വിധിച്ചു. വീടും പറമ്പ് എനിക്ക് എക്സ്പാർട്ടി ആയിട്ട് വിധിച്ചു. ആ വീടും പറമ്പ് എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഇഷ്ടദാനമായിട്ട് വീണ്ടും കൊടുത്തു. അങ്ങനെ ആ 4500 രൂപ ക്രിമിനൽ കോർട്ട് ഒഴിവാക്കി തന്നു. അങ്ങനെ ഡൈവേഴ്സിന് തന്നിട്ട് വീട്ടിൽ മുക്കുത്തിയായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് സാമ്പത്തികമായുള്ള വൻ വീഴ്ച അയാളെ നാട്ടുകാരിൽ നിന്നും അകറ്റി. ആളുകളെ അഭിമുഖീകരിക്കാൻ മടിയായി. വാർദ്ധക്യ പെൻഷൻ മാത്രമായി ഏക സാമ്പത്തിക ആശ്രയം. സർവേ നടത്തി അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ ഉണ്ണികൃഷ്ണന്റെ ജീവിതം വീണ്ടും പച്ചതൊട്ടു. അയാൾ താമസിക്കുന്ന അമ്മയുടെ പേരിലുള്ള വീട് പുനരുദ്ധരിച്ചു. കക്കൂസ് നിർമ്മിച്ചു നൽകി. ശ്വാസമുട്ടിനും നട്ടെല്ലിന് സംഭവിച്ച അപകടത്തെ തുടർന്നുള്ള നിരന്തര അസുഖങ്ങൾക്കും സൗജന്യമായി മരുന്ന് ലഭിച്ചു തുടങ്ങി. തീർന്നില്ല. ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ ഒരു ചായക്കട ഇട്ടു നൽകി. 6 മാസം മുൻപ് തുടങ്ങിയ ഉണ്ണിയേട്ടൻസ് ഇടം എന്ന പേരിട്ട ആ ചായക്കടയുടെ മുൻപിലെ ആളുകളുടെ പൊട്ടിച്ചിരികളിലും കുശലഭാഷണങ്ങളിലും ഉണ്ണികൃഷ്ണൻ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. നമ്മുടെ കുടുംബശ്രീകളും നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ BO എന്ന ഓഫീസറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ AS ഓഫീസറും അവരൊക്കെ വന്ന് എൻ്റെ വീട് സന്ദർശിക്കുകയും എൻ്റെ ദയനീയാവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് 1.25 ലക്ഷം രൂപ തന്ന് റിപ്പയർ ചെയ്യുകയും പിന്നീട് കുടുംബശ്രീ മുഖേന എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തരികയും കണ്ണീരിൻ്റെ കഥയായിരുന്നു എൻ്റേത്. ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി. തിരുനാവായ പഞ്ചായത്ത് എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ആ സന്തോഷം വളരെയധികം എന്ന് പറയാൻ വാക്കുകളില്ല എനിക്ക്. ഇല്ലായ്മയുടെ ആഴത്തിൽ വീണ ഒരാളുടെ വയസ്സുകാലത്തെ അവിശ്വസനീയമായ മടങ്ങി വരവ്. ഇപ്പോ നല്ല സമാധാനമുണ്ട്. പഞ്ചായത്തിലെ ജീവനക്കാരാണ് ഇപ്പോൾ എന്റെ കുടുംബം. സർക്കാരിനെയും എന്റെ പഞ്ചായത്തിനെയും മരിച്ചാലും മറക്കാൻ കഴിയില്ല. ആ രീതിയിൽ അവർ എനിക്കൊരു പുനർജന്മം തന്നു. തൊണ്ടയിടറി ഉണ്ണികൃഷ്ണൻ പറയുന്നു. എന്ത് പറയണം, എങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെന്റിനോടും നന്ദി പറയണം, പിണറായി ഗവൺമെന്റിനോട് എങ്ങനെയാ പറയണം എന്ന് എനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് ഇപ്പോഴുള്ളത്. കാരണം അത്രയധികം ഞാൻ സന്തോഷവാനാണ് ഇന്ന്. എൻ്റെ അല്ലലും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വസ്ത്രങ്ങളും ചെരുപ്പും ഭക്ഷണങ്ങളും എല്ലാം തന്നിന്ന് പഞ്ചായത്താണ് എന്നെ സംരക്ഷിക്കുന്നത്. ആ പഞ്ചായത്തിനോടും സെക്രട്ടറിയോടും മെമ്പർമാരോടും മറ്റ് സ്റ്റാഫുകളോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അവരെല്ലാം ഇന്ന് എൻ്റെ കൂടപ്പിറപ്പുകൾ പോലെയാണ്. ഒറ്റത്തടിയായ തന്റെ ചിലവിനുള്ളത് കട തരുന്നുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ചായക്കട തുടങ്ങിയതിൽ പിന്നെ ആളുകളോട് മിണ്ടിയും പറഞ്ഞും ഇടപഴകിയും ഉണ്ണികൃഷ്ണൻ നഷ്ടപ്പെട്ട സാമൂഹ്യ ജീവിതം വീണ്ടെടുത്തതായി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ P. ബാബുമോൻ പറയുന്നു. എല്ലാവരുടെയും സ്നേഹപരിലാളനയിൽ ഉണ്ണിയേട്ടന് ചുറ്റുമുള്ള സ്നേഹം തിടം വയ്ക്കുന്നതും അയാളുടെ ജീവിതം തളിർക്കുന്നതും ജീവനക്കാർ വിസ്മയത്തോടെ കാണുന്നു. CCN മലപ്പുറം. മലപ്പുറം പൊന്മള പഞ്ചായത്തിലെ GUP സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം എന്നതിലൂടെ മഹത്തായ മൂല്യങ്ങൾ, ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടാവേണ്ട മൂല്യങ്ങൾ നിലനിർത്തിപ്പോവുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ വ്യക്തമാണ്. സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിലും മതനിരപേക്ഷത ഉയർത്തിക്കാട്ടുന്നതിലും
അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ തുല്യ നീതി ലഭ്യമാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണം ഏറ്റവും ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്നും അറിയുന്ന കാര്യം. പരിപാടിയിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. മലപ്പുറം SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കോളശ്ശേരി പദ്ധതി വിശദീകരിച്ചു. പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുഹ്റാബി കൊളക്കാടൻ, മലപ്പുറം AEOമാരായ സന്തോഷ് കുമാർ, ജോസ്മി ജോസഫ്, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ P മുഹമ്മദ് അലി, ആയിഷ, RK ബിനു, ഖമറുനിസ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം വേങ്ങൂർ AMHSS സ്കൂൾ NSS സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് P ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായും കിംസ് അൽഷിഫ ഹോസ്പിറ്റലുമായും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ സൈനുദ്ദീൻ, മാനേജർ P ഹനീഫ, PTA കമ്മിറ്റി അംഗം AK ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. 420 ആളുകൾ മെഡിക്കൽ ക്യാമ്പിലും 76 പേർ രക്തദാന ക്യാമ്പിലും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കുടിവെള്ളം, പാർപ്പിടം എന്നീ മേഖലകളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ച് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ വർഷങ്ങളായി അനുഭവിച്ചിരുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. 2200ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചതായി പ്രസിഡന്റ് KK മുസ്തഫ പറഞ്ഞു. ആനുകൂല്യങ്ങൾ, വ്യക്തിഗതമായ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ അവകാശങ്ങൾ ലഭിക്കേണ്ട ജനങ്ങളുണ്ട്. ഇവർക്കൊക്കെ തൃപ്തികരമായ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ എത്തിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വലിയ ഒരു അവകാശവാദം മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ. ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വീടില്ലാത്തവർ നിരവധി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമായിരുന്നു. കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന നിരവധി സഹോദരിമാരെ ഞങ്ങൾ കണ്ടിരുന്നു. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ടാങ്കർ ലോറികൾ തലങ്ങും വിലങ്ങും പോയിരുന്ന സാഹചര്യം ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. കായിക പുരോഗതിക്ക് പഞ്ചായത്തിന് 2.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞെന്നും സർക്കാർ സഹായത്തോടെ ദേശീയ നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും പ്രസിഡന്റ് മുഹമ്മദ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ 250ലേറെ വീടുകൾ പൂർത്തീകരിച്ചു. പഞ്ചായത്തിലെ 400ഓളം വീടുകളിൽ PMAY സർവേ പൂർത്തീകരിച്ചു. പന്നിശല്യം തടയാൻ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സഹായത്തോടെ സോളാർ വേലി സ്ഥാപിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുകയും പാർക്ക് നിർമ്മിക്കുകയും ചെയ്തു. ആയുർവേദ ആശുപത്രി വികസിപ്പിക്കുകയും പഞ്ചായത്തിലെ സബ് സെന്ററുകൾ വെൽനസ് സെന്ററുകളാക്കുകയും ചെയ്തു. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് 35 ലക്ഷം രൂപ അനുവദിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V ബേബി രജനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി O വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭ ദുബായ് പടിയിൽ നിർമ്മിച്ച ഹരിത തീരം ബ്യൂട്ടി സ്പോട്ട് നഗരസഭ അധ്യക്ഷൻ P ഷാജി നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയ നഗരസഭ പദ്ധതിയാണ് ബ്യൂട്ടി സ്പോട്ട്. മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന വളരെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു വൈകുന്നേരങ്ങളിൽ ചില പരിപാടികൾ നമ്മൾ കണ്ടിട്ടില്ലേ? വൈകുന്നേരങ്ങളിൽ കുറേ ആളുകൾ അത്തരം സാമൂഹ്യ വിരുദ്ധർ കേന്ദ്രങ്ങളാക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ. അതേപോലെ തന്നെ കാണാൻ ചെറിയൊരു വർക്ക് നമ്മൾ നടത്തിയ കാണാൻ അതിമനോഹരമായ സ്ഥലങ്ങളെ തിരഞ്ഞെടുത്ത് ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുക എന്നുള്ളത് നഗരസഭയുടെ വേറിട്ടൊരു പ്രൊജക്റ്റാണ്. ഈ പദ്ധതി 2 വർഷം മുമ്പ് നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ എല്ലാ കൗൺസിലർമാരോടും അഭ്യർത്ഥിച്ചു, നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ ഒരു സ്പോട്ട് എടുത്ത് ബ്യൂട്ടി സ്പോട്ടാക്കണം. ജനകീയ ബ്യൂട്ടി സ്പോട്ടുകളുടെ കൂട്ടത്തിലേക്ക് ദുബായ് പടിയിലെ ഹരിത തീരം കൂടി ചേരുകയാണെന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വിശ്രമ വിനോദ സമയങ്ങൾ ചിലവഴിക്കാനുമായ ഒരിടമായി ഹരിത തീരം മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ A നസീറ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, K ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, മുനിസിപ്പൽ എഞ്ചിനീയർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ സക്കീന സയ്യിദ് സ്വാഗതവും CK വത്സൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ എത്തിയ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന് സായി സ്നേഹതീരം ഭാരവാഹികളും കുട്ടികളും ചേർന്ന് സ്വീകരണം നൽകി. കളക്ടറോടൊപ്പം പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹനും പങ്കെടുത്തു.
ഹോസ്റ്റലിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സായി സ്നേഹതീരം പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടറെയും സബ് കളക്ടറെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ എം രാജുവിനെയും ഉപജില്ലാ കലോത്സവത്തിൽ നാടക മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ സുനിൽ എസിയെയും കളക്ടർ വി.ആർ. വിനോദ് ആദരിച്ചു. സ്വീകരണ യോഗത്തിൽ പത്മ കെ കുട്ടി, ഡോക്ടർമാരായ കൊച്ചു എസ് മണി, അമൃതം കൃഷ്ണദാസ്, നിലാർ മുഹമ്മദ്, സ്നേഹതീരം വിദ്യാർത്ഥി പ്രതിനിധി രാജു എം, വെള്ളാട്ട് മോഹൻ, കെ എസ് ഗോപാലകൃഷ്ണൻ, ബിജുമോൻ പന്തിരിക്കുലം, കെ പ്രസാദ്, കെ സി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കെ ആർ രവി സ്വാഗതവും കെ ഗോപകുമാർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. പട്ടാമ്പി നെല്ലായ ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. ഒറ്റപ്പാലം പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. കോട്ടക്കലിൽ വൻ തീപിടുത്തം. കോട്ടക്കൽ ടൗണിൽ ഗൃഹോപകരണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന MR ഏജൻസീസിലാണ് ശനിയാഴ്ച പുലർച്ചെ തീപിടിച്ചത്. കെട്ടിടത്തിനകത്ത് കുടുങ്ങിയ 2 പേരെ അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് മലപ്പുറത്ത് ഞായറാഴ്ച നടത്താനിരിക്കുന്ന സമ്മേളനം വ്യാജമാണെന്ന് SFA സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനവുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കി. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 10 മുതൽ 13 വരെ നടക്കും. ഉപജില്ലയിലെ 78 സ്കൂളുകളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 8 വർഷങ്ങൾക്കു ശേഷമാണ് സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.